This news is brought to you by Fresh Chicken and Beef, ചെറുപുഴ കാക്കയഞ്ചാല. വയക്കര SPCയുടെ നേതൃത്വത്തിൽ ത്രിദിന ക്രിസ്തുമസ് വെക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. SPC ശോഭന സ്വാഗതം ആശംസിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെറുപുഴ SHO സന്തോഷ് കുമാർ നിർവഹിച്ചു. CPO പ്രമോദ് കുമാർ, ഷീബ C എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ ശാസ്ത്രീയ കൃഷി രീതിയെക്കുറിച്ച് കേഡറ്റുകൾക്ക് ക്ലാസ് എടുത്തു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച കൃഷി ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം 2 തവണ നേടിയ സുരേഷ് കുറ്റൂരിനെ SPC ഗാർഡിയൻ പ്രസിഡന്റ് സംഗേഷ് കരപ്പാത്ത് ആദരിച്ചു. ക്യാമ്പ് നാളെ സമാപിക്കും. മാങ്ങയുടെ ചാറ് ഉണ്ടാക്കുന്ന സാധനമായിരിക്കണം മാംഗോ ഫ്രൂട്ട്. നിങ്ങൾ വീട്ടിൽ മാങ്ങ പഴുത്തിട്ട് അതിന്റെ ചാറ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ നോക്കിക്കഴിഞ്ഞാൽ അത് അതേപോലെ ഇരിക്കുന്നുണ്ടാവും, മോശമായിട്ടുണ്ടാവും. പക്ഷെ മാംഗോ ഫ്രൂട്ടി എന്ന് പറയുന്ന സാധനം ഈ പിടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് 1 മാസം 2 മാസം അതേപോലെ ഉണ്ടാവും വാങ്ങാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് വരുന്നത്? ഇതേ മാങ്ങയുടെ ചാറ് പീടിയിൽ ഒരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിലൊരു രാസപദാർത്ഥം ചേർക്കുന്നുണ്ട്, പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞിട്ട്. ഇത് സുരക്ഷിതമായി നിൽക്കാൻ ആവശ്യമായ രാസപദാർത്ഥം ചേർക്കുന്നുണ്ട്. ആ രാസപദാർത്ഥം ചേർത്ത മാംഗോ ഫ്രൂട്ടി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൽ നിന്ന് ദഹിച്ചിട്ട് കരൾ ഇങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് അതിലുള്ള വിഷാംശം നമ്മുടെ കരളിനെ ബാധിക്കുകയും ഈ കരള് കോശങ്ങൾ നശിച്ചു പോയിട്ട് സിറോസിസ് പോലുള്ള രോഗങ്ങൾ വരികയും ചെയ്യും. 1 വർഷം കൊണ്ട് കായ്ക്കൊന്നും പറഞ്ഞ സമയത്ത് ഒരു കർഷകന് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ കർഷകൻ എണീച്ചെന്നിട്ട് പറഞ്ഞു, ഒന്ന് മര്യാദക്ക് സാറായി, നിങ്ങൾ 2.5 വർഷം മുമ്പ് തന്ന ഒരു മാവും തൈ അന്ന് നട്ട് അതുപോലെ തന്നെ ഇത് ഇപ്പോഴുണ്ട്, അത് കായ്ച്ചിട്ടില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കൂല, ഉറപ്പന്നെ നിങ്ങളെങ്കിലും വന്ന് നോക്കിക്കോ. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ 2.5 വർഷം മുമ്പ് തന്ന മാവും തൈക്ക് ഒരു മാറ്റവും സംഭവിക്കാതെ ആളുണ്ട്. പിന്നെ അതിൽ എവിടെ മാങ്ങ പിടിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആ കർഷകരെയും കൂട്ടിയിട്ട് പോയി. ഒരേ സമയത്ത് ആൾ പറഞ്ഞ സത്യമാണ്. അന്നിങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കൂടിൽ അയാൾക്ക് വിതരണം ചെയ്ത മാവും തൈ അതുപോലെ തന്നെ ആടെയുണ്ട്. അപ്പൊ അത് 2.5 വർഷം കൊണ്ട് കായ്ക്കേണ്ടതാണ്. പിന്നെ അങ്ങനെ മണ്ണിലെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ ചെടി വളരാനും കായ്ക്കാനും മുകളിൽ നിന്നൊരു സംഭവം കിട്ടാനുണ്ട്, സൂര്യപ്രകാശം. അപ്പൊ ഈ ചെടിക്ക് ഒരു 6 മണിക്കൂറെങ്കിൽ ഒരു ദിവസം സൂര്യപ്രകാശം കിട്ടണം. പക്ഷെ ഈ കക്ഷി നട്ട ഈ കുഞ്ഞിരങ്ങോട്ട് നട്ട മാവത്തേക്ക് സൂര്യപ്രകാശമേ കിട്ടുന്നില്ല. കാരണം അയാള് നട്ടത് അയാളെ മതിലിന്റെ ഗ്യാപ്പിൽ ഇങ്ങനെ അടിയിൽ നട്ടിട്ട് മാത്രമല്ല, അയാൾ തൊട്ടപ്പുറം ഒരു തെങ്ങുണ്ട്, ഇപ്പുറം ഒരു തെങ്ങുണ്ട്. ആ തെങ്ങിന്റെ ഓല ഇങ്ങനെ ഷെയ്ഡായി നിന്നിട്ട് അതിന് സൂര്യപ്രകാശം കിട്ടുന്നില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇത് വളരില്ല, അതുകൊണ്ടാണ് നട്ടതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞിരാമട്ടൻ അത് പറിച്ചെടുക്കുന്നു പറഞ്ഞു, നമുക്ക് വേറെ മാറ്റി നട്ടു നോക്കാം. അപ്പൊ കുഞ്ഞിരാമട്ടൻ തൂമ്പെടുത്തിട്ട് അതിങ്ങനെ കൊത്തി കളച്ചെടുക്കാൻ നോക്കുമ്പോഴേക്കും മണ്ണ് കളച്ചെടുക്കാനേ പറ്റുന്നില്ല, മണ്ണ് ഉറച്ചു പോയി. അപ്പൊ ഉറച്ച മണ്ണില് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിന്റെ വേരിലേക്ക് എത്തുക ഇല്ല. അയാളെ സഹായിച്ചു, ഞാനും സഹായിച്ചിട്ട് കൊത്തി കളച്ചിട്ട് ആ പ്ലാസ്റ്റിക് പിന്നെ മാവും തൈ ഇങ്ങനെ എടുത്ത് പിടിച്ച സമയത്ത് അന്ന് കൊടുത്ത പ്ലാസ്റ്റിക്കിന്റെ കൂടും അതിൻ്റെ അടിയിലുണ്ട്. ഞാൻ പറഞ്ഞു, കുഞ്ഞിരാമട്ടി ഇത് ഇങ്ങനെയല്ലാണ്. അങ്ങനെ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ കുറെ കാലം ഗൾഫിലാണ്, എനിക്ക് കൃഷി എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, പ്ലാസ്റ്റിക്കിന്റെ കൂട് ഉണ്ടായാൽ വേര് പോവില്ലല്ലോ. അന്നേരം അയാൾ പറഞ്ഞു, വേര് പോകാൻ വേണ്ടി അതിന്റെ അടിയിൽ 4 ഓട്ട ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ കൂട്. ഇഷ്ടഭക്ഷണത്തോടൊപ്പം മാംസാഹാരവും ഏറെ പ്രിയപ്പെട്ടതാണ്. ആരോഗ്യമുള്ള മൃഗത്തിന്റെ ഗുണനിലവാരമുള്ള മാംസങ്ങൾ ഉത്തരവാദിത്വത്തിൽ വിതരണം ചെയ്യുന്ന ചെറുപുഴയുടെ ഒരേയൊരു മാംസ വിതരണ കേന്ദ്രം ഫ്രഷ് ചിക്കൻ ആൻഡ് ബീഫ്, ചെറുപുഴ കാക്കയഞ്ചാല. പോത്ത്, ആട്, കോഴി തുടങ്ങി നല്ല ഇനം ഇറച്ചികൾ വിശ്വസ്തയോടുകൂടി വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും ചെറുപുഴയിലെ വിശ്വസ്ത സ്ഥാപനം ഫ്രഷ് ബീഫ് ആൻഡ് ചിക്കൻ, ചെറുപുഴ കാക്കയഞ്ചാല. ഫോൺ 9447 692 802. ഫ്രഷ് ബീഫ് ആൻഡ് ചിക്കൻ, ചെറുപുഴ കാക്കയഞ്ചാല. ഞങ്ങളുടെ ഇതര സ്ഥാപനങ്ങൾ ആലക്കോട്, പേർത്തല്ലി, ഒളിങ്ങോം, പാടിയോട്ട്.
ഫ്രഷ് ബീഫ് ആൻഡ് ചിക്കൻ ചെറുപുഴ കാക്കയഞ്ചാൽ.